പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സകലരുമേ, മാർച്ച് മാസം 2026 പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള സന്ദേശങ്ങളാണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ അപദാനങ്ങൾ, കർമ്മലമാതാവ് നമ്മൾ ധ്യാനിച്ചു. പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിനെ കുറിച്ച് നമ്മൾ ധ്യാനിച്ചു. അമലോത്ഭവയായ അമ്മ നമ്മൾ ധ്യാനിച്ചു. ഈ സന്ദേശങ്ങൾ കേൾക്കാത്തവര് ഇന്ന് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ മറ്റ് 3 സന്ദേശങ്ങളും കേൾക്കണമെന്ന് പരിശുദ്ധ അമ്മയുടെ ദൈവിക പദ്ധതികളുടെ പൂർത്തീകരണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ, അമ്മയിലുള്ള ആഴത്തിലുള്ള വിശ്വാസത്തിൽ വളരാനായിട്ട്, മറ്റു സന്ദേശങ്ങൾ കൂടി കേൾക്കാനായിട്ട്, കേൾക്കുന്നവർ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനായിട്ട്, അങ്ങനെ നമുക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മയുടെ മക്കളായിട്ട് വളരുവാനായിട്ട് സർവീശ്വരൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തോമസ് അച്ഛനാണ്. എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം എന്ന് ഞാൻ പ്രത്യേകമായിട്ട് അപേക്ഷിക്കുകയാണ്. ദൈവിക വചനങ്ങൾ മാത്രമാണ് ഈ വീഡിയോകളിലെല്ലാം ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്. ഇടയ്ക്കൊക്കെ അല്പം മനഃശാസ്ത്രം ഞാൻ ഉപയോഗിക്കാറുണ്ട്. കാരണം ഞാനൊരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റാണ്. ഇപ്പോൾ കൗൺസിലിംഗ് സൈക്കോളജിയിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ വലിയ പ്രാർത്ഥനയാൽ ഈ വർഷങ്ങളിൽ തന്നെ PhDയും എനിക്ക് ലഭിക്കുമെന്ന് ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു. ഇന്ന് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുന്നു. ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് കരയേറ്റപ്പെട്ട പരിശുദ്ധ അമ്മ, ഈശോയുടെ സ്വർഗാരോഹണം, പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം. ദൈവം നൽകിയ ശക്തിയാൽ ഈശോ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടു എന്ന് നമ്മൾ ധ്യാനിക്കുമ്പോൾ, പരിശുദ്ധ ത്രിത്വത്തിൻ്റെ വലിയ പ്രവർത്തനത്താൽ പരിശുദ്ധ അമ്മ സ്വർഗത്തിലേക്ക് കരകയറ്റപ്പെട്ടു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് കരയേറ്റപ്പെട്ട പരിശുദ്ധ അമ്മയാണ് സ്വർഗാരോപിത മാതാവ് എന്ന് നമ്മൾ പറയുക. അങ്ങനെ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ആഗതയായിരിക്കുന്ന പരിശുദ്ധ അമ്മ, നമുക്കറിയാം 1-ാം നൂറ്റാണ്ട് മുതൽ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണത്തെക്കുറിച്ച് വലിയ വിശ്വാസം സഭയിൽ നിലനിന്നിരുന്നു. അതിന് പാരമ്പര്യമായിട്ട് പറഞ്ഞു പോരുന്ന ഒരു സംഭവ കഥയുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. പരിശുദ്ധ അമ്മ മരിക്കുന്ന സമയത്ത് വിശുദ്ധ തോമാസ് ലീഹ ഉണ്ടായിരുന്നില്ല. 3 ദിവസം കഴിഞ്ഞാണ് തോമാസ് ലീഹ മറ്റ് സ്ലീഹന്മാരുടെ അരികിലേക്ക് വരുന്നത്. അപ്പോൾ സ്ലീഹന്മാർ പറഞ്ഞു, പരിശുദ്ധ അമ്മ മരണമടഞ്ഞു. തോമാസ് ലീഹയ്ക്ക് വലിയൊരാഗ്രഹം പരിശുദ്ധ അമ്മയെ അവസാനമായിട്ട് ഒന്ന് കാണാൻ. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ ശരീരം അടക്കം ചെയ്ത കല്ലറ തുറന്നപ്പോൾ പരിശുദ്ധ അമ്മയുടെ ശരീരം അവിടെ കണ്ടില്ല എന്നാണ് സ്ലീഹന്മാർ സാക്ഷിക്കുന്നത്. അങ്ങനെ ഒരു അത്ഭുതത്തോടെ ശിരസ്സുയർത്തിയപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടുവെന്നും പരിശുദ്ധ അമ്മയെ അവർ ദർശിച്ചുവെന്നും പരിശുദ്ധ അമ്മ തൻ്റെ സംരക്ഷണത്തിൻ്റെ അടയാളമായിട്ടുള്ള നീലയങ്കി
അവർക്ക് ഇട്ടുകൊടുത്തെന്നും അങ്ങനെ സ്ലീഹന്മാരുടെ ആ വലിയ സാക്ഷ്യം ആദിമ നൂറ്റാണ്ടിൽ തുടങ്ങി പരിശുദ്ധമ്മയുടെ സ്വർഗാരോപണത്തെക്കുറിച്ചുണ്ട്. 1950 നവംബർ 1-ാം തീയതിയാണ് പരിശുദ്ധ പിതാവ് 12-ാം പിയൂസ് മാർപ്പാപ്പ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണത്തെക്കുറിച്ച് ലോകത്തോട് വിളിച്ചു പറയുക. ഓഗസ്റ്റ് 15-ാം തീയതി നമുക്ക് പരിശുദ്ധ അമ്മയുടെ തിരുനാളായിട്ട് ആഘോഷിക്കുവാനായിട്ട് പരിശുദ്ധ പിതാവ് 12-ാം പിയൂസ് മാർപ്പാപ്പ അനുവാദം നൽകി. അങ്ങനെയാണ് ഓഗസ്റ്റ് 15-ാം തീയതി പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളായിട്ട് നമ്മൾ ആഘോഷിക്കുക. 12-ാം പിയൂസ് മാർപ്പാപ്പ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാള് ഒരു വിശ്വാസ സത്യമായിട്ട് പ്രഖ്യാപിച്ച് ലോകത്തിന് നൽകിയപ്പോൾ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയൊക്കെയാണ്. ആദിമ നൂറ്റാണ്ട് തുടങ്ങി പരിശുദ്ധമ്മ സ്വർഗാരോപിതയായി എന്ന ശ്ലൈഹിക വിശ്വാസം നിലനിന്നിരുന്നു. പരിശുദ്ധമ്മ സ്വർഗാരോപിതയായെന്ന് എല്ലാ പിതാക്കന്മാരും പറഞ്ഞു വച്ചിട്ടുണ്ട്. പരിശുദ്ധ അമ്മയുടെ തിരുശേഷിപ്പ് ഭൂമിയിലെ ഒരു ദേവാലയത്തിലുമില്ല. ഇങ്ങനെ ഉള്ള പ്രത്യേക കാരണങ്ങളാൽ തന്നെയാണ് പരിശുദ്ധ അമ്മ സ്വർഗാരോപിതയായെന്ന് പരിശുദ്ധ പിതാവിൻ്റെ വലിയ വിശ്വാസ സത്യം ജനങ്ങൾക്ക് ലഭിക്കുന്നത്. പരിശുദ്ധ പിതാവ് കാലം ചെയ്ത ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പ പറയുന്നത് ഇപ്രകാരമാണ്: പരിശുദ്ധമ്മയുടെ സ്വർഗാരോപണം ഏറ്റവും സന്തോഷം നിറയുന്ന ദിനമാണ്. മരണത്തിന്മേൽ ദൈവത്തിൻ്റെ വിജയം എന്നാണ് പരിശുദ്ധ പിതാവ് ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പ പറയുന്നത്. കാലം ചെയ്ത വിശുദ്ധ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ പറയുന്നത് ഇപ്രകാരമാണ്: പരിശുദ്ധ അമ്മ സ്വർഗത്തിലേക്ക് ആരോഹിതയായി എങ്കിലും അവൾ ഇന്നും നമ്മളോടൊപ്പം നമ്മളുടെ വേദനകളും ക്ലേശങ്ങളും സഹിച്ചുകൊണ്ട് നമ്മോടൊപ്പം അവൾ ഇന്നുമുണ്ട്. അങ്ങനെ ഓരോ പിതാക്കന്മാരും പരിശുദ്ധ അമ്മയുടെ അവദാനങ്ങൾ വാഴ്ത്തുകയാണ്. പരിശുദ്ധ അമ്മ സ്വർഗത്തിലേക്ക് ആത്മശരീരങ്ങളോടെ ഉയർത്തെഴുന്നേറ്റു, ഉയർപ്പിക്കപ്പെട്ടു, ആരോപിക്കപ്പെട്ടു, കരയേറ്റപ്പെട്ടു എന്ന് വിശ്വസിക്കുമ്പോൾ മരണത്തിന്മേൽ സ്നേഹത്തിന് ലഭിച്ച വിജയമാണ് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണമെന്ന് വിശുദ്ധർ പ്രഘോഷിക്കുന്നു. പരിശുദ്ധ അമ്മ സ്വർഗത്തിലേക്ക് ആരോഹിതയായി കരയേറ്റപ്പെട്ടു എന്നുള്ള ആ വിശ്വാസ സത്യം നമുക്ക് നൽകുന്ന മറ്റൊരു സന്ദേശം ഇപ്രകാരമാണ്: സ്വർഗത്തിലേക്കുള്ള കരയേറ്റം വെറും ഒരു ആത്മീയമായിട്ടുള്ള കടന്നുപോക്കല്ല, മറിച്ച് ശരീരത്തോടു കൂടിയുള്ള കടന്നുപോക്കാണ്. പരിശുദ്ധമ്മ ആത്മാവിനോടും ശരീരത്തോടും കൂടെ ഉയർത്തെഴുന്നേറ്റു എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും ബുദ്ധിയുമെല്ലാം സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും എന്നുള്ള ആ വലിയ വിശ്വാസ സത്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുകയാണ്. ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനും അവൻ മരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവൾ മരിക്കുന്ന സമയത്ത് ആത്മാവാണ് സ്വർഗത്തിലേക്ക് കരയേറ്റപ്പെടുന്നതെങ്കിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 14 മുതൽ ഉള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് പോലെ തീർച്ചയായിട്ടും നമ്മുടെ ശരീരങ്ങളെ അവിടുത്തെ 2-ാം വരവിൽ ഉയർപ്പിക്കപ്പെടും. അപ്പോൾ പരിശുദ്ധ അമ്മ ആത്മശരീരങ്ങളോടെ മരണസമയത്ത് തന്നെ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തെങ്കിൽ നമ്മുടെ ശരീരങ്ങളും ഈശോയുടെ 2-ാം വരവിൽ ഉയർപ്പിക്കപ്പെടും എന്നുള്ള വലിയ വിശ്വാസ സത്യത്തിലേക്ക് നമ്മൾ ഓരോരുത്തരെയും നയിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ.
നമുക്ക് വേണ്ടി സ്വർഗത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരമ്മ ഉണ്ടെന്നുള്ള വലിയ വിശ്വാസ സത്യത്തിലേക്കാണ് സ്വർഗാരോഹണ തിരുനാൾ നമ്മെ നയിക്കുക. വിശുദ്ധ അഗസ്തീനോസ് പറയുന്നത് ഇപ്രകാരമാണ്: ദൈവത്തിൻ്റെ ഓമന പുത്രിയാണ് പരിശുദ്ധ അമ്മ. അവിടുത്തെ പുത്രൻ്റെ അമ്മയാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാണ് പരിശുദ്ധ അമ്മ. അങ്ങനെയുള്ള പരിശുദ്ധ അമ്മയുടെ ശരീരം ഭൂമിയിൽ കിടന്ന് കൃമികളാൽ നശിപ്പിക്കപ്പെടുന്നത് ദൈവത്തിന് ഉചിതമായിരുന്നില്ല, ദൈവത്തിന് യോജിച്ചതായിരുന്നില്ല. അതുകൊണ്ട് പരിശുദ്ധ അമ്മയെ ആത്മശരീരങ്ങളോടെ ദൈവം സ്വർഗത്തിലേക്ക് ആനയിച്ചു എന്നാണ് വിശുദ്ധ അഗസ്തീനോസ് പറയുക. വിശുദ്ധ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ പറഞ്ഞതുപോലെ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം നമ്മൾക്ക് പ്രത്യാശയുടെ സന്തോഷത്തിൻ്റെ വലിയൊരു അവസരമാണ് ഒരുക്കി തരിക. വിശുദ്ധ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞതുപോലെ പരിശുദ്ധമ്മ ഇന്നും നമുക്ക് വേണ്ടി സ്വർഗത്തിലിരുന്ന് അനുദിനം അനുനിമിഷം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധമ്മയുടെ സ്വർഗാരോപണ തിരുനാള് നമ്മൾ ഓർക്കുമ്പോൾ, ആ വിശ്വാസ സത്യം നമ്മൾ അനുസ്മരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലൂടെ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? നമ്മുടെ ശരീരവും മനസ്സും ബുദ്ധിയും ആത്മാവും ദൈവത്തിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ പരിശുദ്ധ അമ്മയെപ്പോലെ നമ്മളും സ്വർഗത്തിന് അവകാശികളായിത്തീരും എന്നുള്ള ആ വിശ്വാസ സത്യമാണ് പരിശുദ്ധ അമ്മയിലൂടെ നമ്മൾ മനസ്സിലാക്കുക. ദൈവത്തിൻ്റെ തിരുഹിതത്തിന് പൂർണ്ണമായിട്ടും ജീവിതത്തിൻ്റെ ആദ്യ നിമിഷം തന്നെ കീഴ്വഴങ്ങിയ പരിശുദ്ധ അമ്മ നമുക്ക് കാണിച്ചു തരുന്ന സത്യവും അതുതന്നെയാണ്. ഒരു ദിനം നമ്മളും പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവ തിരുഹിതത്തിന് വഴങ്ങുമെങ്കിൽ നമ്മളും ആത്മശരീരങ്ങളോടെ ദൈവസന്നിധിയിൽ നിത്യമായി ജീവിക്കുമെന്നുള്ള വിശ്വാസം. ഭൂമിയിൽ സ്വർഗം പണിതവളാണ് പരിശുദ്ധ അമ്മ. നമുക്കറിയാം, ദൈവം വസിച്ച ആദ്യത്തെ ഇടമാണ് പരിശുദ്ധ അമ്മയുടെ ഉദരം. ദൈവം വസിക്കുന്നത് സ്വർഗത്തിലാണല്ലോ. അങ്ങനെയെങ്കിൽ തൻ്റെ പുത്രനെ പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ദൈവം പരിശുദ്ധാത്മാവിനാൽ നിറച്ചപ്പോൾ ദൈവത്തിൻ്റെ വാസസ്ഥലമായി മാറുകയായിരുന്നല്ലോ പരിശുദ്ധ അമ്മയുടെ ഇടം, ഉദരം. അപ്പോൾ ആദ്യത്തെ സ്വർഗം പരിശുദ്ധ അമ്മയുടെ ഉദരം തന്നെയായിരുന്നു. നമ്മളും പരിശുദ്ധ അമ്മയിൽ ആഴമായിട്ട് വിശ്വസിക്കുമ്പോൾ, അമ്മയുടെ പ്രാർത്ഥന സഹായം തേടുമ്പോൾ പരിശുദ്ധ അമ്മയെപ്പോലെ നമ്മളും സ്വർഗത്തിലൊരിടത്തിനു വേണ്ടി ആഗ്രഹിക്കുന്നു എന്നാണ് സഭാപിതാക്കന്മാർ നമ്മളെ ബോധ്യപ്പെടുത്തുക. പരിശുദ്ധ അമ്മ ഭൂമിയിൽ മറ്റുള്ളവർക്ക് സ്വർഗം ഉണ്ടാക്കുവാനായിട്ട് ശ്രമിച്ചവളാണ്. നമുക്കറിയാം, വന്ധ്യയായിരുന്ന എലിസബത്തിനെ സന്ദർശിക്കുന്നത്, 3 മാസം അവൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നത്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 38 മുതൽ 39 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ. യൂദയായിലെ മലമ്പ്രദേശത്തേക്ക് തിടുക്കത്തിൽ പുറപ്പെടുന്ന പരിശുദ്ധ അമ്മ, എലീശമ്മയെ അഭിവാദനം ചെയ്യുന്ന പരിശുദ്ധ അമ്മ, പരിശുദ്ധ അമ്മയുടെ ഉദരത്തിലും എലീശയുടെ ഉദരത്തിലും കുതിച്ചു ചാടുന്ന 2 കുട്ടികൾ. നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരത്തിൻ ഫലം അനുഗ്രഹീതമെന്ന് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് എലിസബത്ത് പ്രഘോഷിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 42-ാം വാക്യം. എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നെ സന്ദർശിക്കാൻ എനിക്ക് എങ്ങനെ യോഗ്യതയുണ്ടായി? ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 43-ാം വാക്യം. നമുക്കും പരിശുദ്ധ അമ്മയെപ്പോലെ മറ്റുള്ളവർക്ക് വേണ്ടി സ്വർഗം പണിയുന്നവരായി തീരാം. കാനായിലെ കല്യാണ വിരുന്ന് ഏറ്റവും വേദനാജനകമായി തീരാവുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങുകയായിരുന്നു. നമുക്കറിയാം, നമുക്ക് കേരളീയർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണമാണ് ചോറ്. അതുപോലെയായിരുന്നു അക്കാലഘട്ടങ്ങളിൽ വീഞ്ഞിൻ്റെ പ്രാധാന്യം. ആ വീഞ്ഞ് തീർന്നു പോകുന്ന അവസ്ഥ. ആ കുടുംബം നാണക്കേടിൽ നിന്ന് നാണക്കേടിലേക്ക് പോകാൻ പോകുന്നു. പരിശുദ്ധ അമ്മയാണ്
ആ കുടുംബത്തെ ആ വലിയ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കുക. തൻ്റെ പുത്രനോട് പറയുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാം വാക്യം. അവർക്ക് വീഞ്ഞില്ല. ഈശോ ചോദിച്ചു, എൻ്റെ സമയം ഇനിയും ആഗതമായിട്ടില്ല. അതുകൊണ്ട് നിനക്കും എനിക്കും എന്ത് ചെയ്യാൻ സാധിക്കും? പരിശുദ്ധ അമ്മ പറയുന്നുണ്ട്, പരിചാരകരോട് അവൻ പറയുന്നത് പോലെ ചെയ്യുക. വിശുദ്ധ ഫ്രാൻസിസ് പാപ്പ പറയുന്നത് പ്രകാരമാണ്, നമ്മൾ എന്ത് അപേക്ഷകൾ വെച്ചുകൊണ്ടും പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചാൽ ആദ്യം തന്നെ പരിശുദ്ധ അമ്മ നമ്മുടെ അപേക്ഷകളെ ഈശോയുടെ സന്നിധിയിൽ എത്തിക്കും. പിന്നെ നമ്മുടെ കൈകൾ പിടിച്ച് ഈശോയുടെ സന്നിധിയിൽ കൊണ്ടുവന്ന് നിർത്തിക്കൊണ്ട് പരിശുദ്ധ അമ്മ പറയും, അവൻ പറയുന്നത് പോലെ ചെയ്യുക. നമുക്കും ഈശോയുടെ സന്നിധിയിൽ എപ്പോഴും ആയിരുന്നുകൊണ്ട് പരിശുദ്ധ അമ്മയോട് നിരന്തരം പ്രാർത്ഥിച്ച് ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് കഴിവതും പരിശ്രമിക്കാം. സ്വർഗാരോപണ തിരുനാളിലൂടെ നമുക്കും സ്വർഗം പണിയുന്നവരായിട്ട് തീരാം. മറ്റുള്ളവർക്ക് അനുദിന ജീവിതത്തിൽ നമ്മളെ പ്രത്യാശയോടെ പ്രതീക്ഷിക്കുന്ന ദൈവതിരുഹിതത്തിന് പൂർണ്ണമായിട്ടും വഴങ്ങി സ്വർഗത്തിൽ ആരോപിതയായ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ആ വലിയ ചൈതന്യം, ആ വലിയ പ്രാർത്ഥനാശക്തി, സർവോപരി എല്ലാ കാര്യത്തിലും ദൈവത്തിന് കീഴ്വഴങ്ങിയ പരിശുദ്ധ അമ്മയെ നമുക്ക് അനുസ്മരിക്കാം, നമുക്ക് ധ്യാനിക്കാം. തീർച്ചയായിട്ടും നമ്മുടെ വിശ്വാസം നമ്മളെ ശക്തിപ്പെടുത്തും. പരിശുദ്ധ അമ്മയെപ്പോലെ നമ്മളും ആത്മശരീരങ്ങളോടെ സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം വസിക്കും എന്നുള്ള ആ നിത്യസത്യത്തെ നമ്മുടെ ജീവിതമാക്കി തീർക്കാം. സ്വർഗാരോപിതയായ അമ്മ എന്നും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സ്വർഗത്തിൽ പരിശുദ്ധ ത്രിത്വത്തോടൊപ്പം വസിക്കുന്നുണ്ട്. പരിശുദ്ധ പിതാവ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞതുപോലെ നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ കഷ്ടപ്പാടുകളും നമ്മുടെ വേദനകളെല്ലാം അനുദിനം കണ്ടുകൊണ്ട് സ്വർഗത്തിലിരുന്ന് നമുക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പരിശുദ്ധ അമ്മ. ഇസ്രായേലും അമേരിക്കയും ഇറാനും തമ്മിൽ കഠോരമായിട്ട് യുദ്ധം നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ലോക സമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ യുവതലമുറ വഴിതെറ്റിപ്പോകാതിരിക്കാൻ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു ശീലം കാലാകാലങ്ങളിൽ ഉള്ളതായിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൽ വീണ്ടും തുടരാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരാളെയും പരിശുദ്ധ അമ്മ തൻ്റെ പ്രാർത്ഥനയിൽ നിന്ന് അകറ്റി നിർത്തില്ല എന്നുള്ള വലിയ വിശ്വാസത്തോടെ പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം എന്ന വിശ്വാസ സത്യം അനുസ്മരിക്കുന്ന ഞങ്ങൾ പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾക്ക്, ഞങ്ങളുടെ കുടുംബത്തിന്, ഞങ്ങളുടെ മക്കൾക്ക്, ഞങ്ങളുടെ യുവതലമുറയ്ക്ക്, ജോലിക്കായിട്ട് വിദേശങ്ങളിലായിരിക്കുന്ന എല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ നിരന്തര മാധ്യസ്ഥവും പ്രാർത്ഥനയും ലഭിക്കുവാനായിട്ട്, വഴിതെറ്റിപ്പോകുന്ന മക്കൾ, മദ്യപാനത്തിനും മയക്കുമരുന്നിനും അതുപോലെ തെറ്റായ ബന്ധങ്ങൾക്കും അടിമപ്പെട്ടു പോകുന്ന മക്കൾ പരിശുദ്ധ അമ്മയുടെ നിരന്തരമായ പ്രാർത്ഥനയാൽ സ്വർഗാരോപണത്തിൻ്റെ അവിശ്വാസ സത്യത്തിൽ ജീവിച്ചുകൊണ്ട് ഞങ്ങളും ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് കടന്നു വരേണ്ടവരാണെന്നുള്ള ബോധ്യത്തോടെ ഞങ്ങളുടെ ആത്മാവിനെ, ശരീരത്തെ, ബുദ്ധിയെ, ആത്മാവിനെ എന്നും പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവഹിതത്തിന് ഒത്തതാക്കി തീർത്ത് ജീവിക്കാനായിട്ടുള്ള വലിയ കൃപ ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമേ എന്ന് പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥതയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.